ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഉദയത്തോടെ റസൂലുള്ളാഹി തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയ ആ ചെകുത്താൻ കൊമ്പാണ് സഹോദരങ്ങളെ നജിദിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ ചെകുത്താൻ കൊമ്പിന്റെ പ്രസ്ഥാനമാണ് പിന്നീട് വഹാബിസം എന്ന പേരിൽ കേരളത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അറിയപ്പെട്ടത്. ഇതാണ് വഹാബിസത്തിന്റെ അടിസ്ഥാന ചരിത്രം. ഈ വഹാബി പ്രസ്ഥാനം 1111 ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷപ്പെട്ട് അതിന്റെ പിഴച്ച വാദങ്ങളും പിഴച്ച വിശ്വാസങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ ചരിത്രത്തിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സഹോദരനായ സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ ഇദ്ദേഹത്തിനെതിരെ മുന്നറിയിപ്പ് നൽകി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കത്തെഴുതി. ഇബ്നു അബ്ദുൽ വഹാബ് തന്റെ സഹോദരനാണ്. ആ സഹോദരന് കത്തെഴുതിക്കൊണ്ട് പറഞ്ഞു, യബ്ന അബ്ദുൽ വഹാബ്, ഓ അബ്ദുൽ വഹാബിന്റെ മകനെ എന്ന് പറഞ്ഞ് തന്റെ സഹോദരന് കത്തെഴുതുകയാണ്. ഫഇന്നി അൻസഹുക ലില്ലാഹ്, ഞാൻ അല്ലാഹുവിന് വേണ്ടി നിന്നെ ഉപദേശിക്കുന്നു, അല്ലാഹുവിന് വേണ്ടി ഞാൻ നിന്നോട് ഉപദേശം ചെയ്യുന്നു. അൻത കുഫ്ഫ ലിസാനക അനിൽ മുസ്ലിമീൻ, നീ മുസ്ലിമീങ്ങളെ തൊട്ട് നിന്റെ നാക്കടക്കണം. മുസ്ലിമീങ്ങളെ കാഫിറാക്കുകയും മുസ്ലിമീങ്ങളുടെ രക്തം ഹലാലാണെന്ന് പ്രസംഗിക്കുകയും മുസ്ലിമീങ്ങളെ കൊല്ലുകയും മുസ്ലിമീങ്ങൾക്കെതിരെ ഫത്വ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന നിന്റെ ഈ തോന്നിവാസം നീ അവസാനിപ്പിക്കണം. വലാ സബീല ലക ഇലാ തക്ബീരിസ് സവാദിൽ അഅ്ലമി മിനൽ മുസ്ലിമീൻ, മുസ്ലിം ഭൂരിപക്ഷത്തെ കാഫിറാക്കാൻ നിനക്ക് അധികാരമില്ല. വഅൻത ശാദ്ദുൻ അനിസ് സവാദിൽ അഅ്ലം, നീ ഭൂരിപക്ഷത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവനാണ്, പുറത്തുപോയവനാണ്. അതുകൊണ്ട് ഫനിസ്ബത്തുൽ കുഫ്രി ഇലാ മൻ ശദ്ദ അനിസ് സവാദിൽ അഅ്ലമി അഖ്റബു, ഭൂരിപക്ഷത്തെ കാഫിറാക്കുന്നതിന് പകരം ഭൂരിപക്ഷത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവനെയാണ് കാഫിറാക്കേണ്ടത്. ഭൂരിപക്ഷത്തെ കാഫിറാക്കാൻ ഒറ്റപ്പെട്ടവർക്ക് അധികാരമില്ല. നീ ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവനാണ്. ഒറ്റപ്പെട്ട നീ വലിയ ഒരു സമൂഹത്തെ കാഫിറാക്കാൻ തുനിയുകയാണ്. അത് ശരിയല്ല. ഈ നീചമായ നികൃഷ്ടമായ പ്രവർത്തനം നീ അവസാനിപ്പിക്കണമെന്ന് ഇബ്നു അബ്ദുൽ വഹാബിന്റെ സഹോദരൻ അദ്ദേഹത്തിന് കത്തെഴുതി പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം സൂചിപ്പിച്ചു, ലിഅന്നഹു ഇത്തബഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, ഒറ്റപ്പെട്ട വ്യക്തി തീർച്ചയായും പിന്തുടരുന്നത് മുഅ്മിനീങ്ങളുടെ മാർഗമല്ല, സത്യവിശ്വാസികളുടെ മാർഗമല്ല. സത്യവിശ്വാസികളുടെ മാർഗം ഒറ്റപ്പെട്ടവരുടെ മാർഗമല്ല. അത് ഈ സമുദായത്തിലെ മുസ്ലിം ഉമ്മത്തിലെ ഭൂരിപക്ഷത്തിന്റെ മാർഗമാണ്. ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽ അഹ്ലുസുന്നയാണ്. ആ അഹ്ലുസുന്നയിൽ നിന്ന് ഒറ്റപ്പെട്ട് പ്രവർത്തിക്കുന്ന നീ സത്യവിശ്വാസികളുടെ മാർഗത്തിൽ നിന്ന് തെന്നിപ്പോയവനാണ്, വ്യതിചലിച്ചവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഖുർആനിലെ ഒരു ആയത്ത് ഉദ്ധരിച്ചു. ഖാല തആല വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന് ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ, സത്യം ഇന്നതാണെന്ന് വ്യക്തമായതിനു ശേഷം, സന്മാർഗം ഏതാണെന്ന് വ്യക്തമായതിനു ശേഷം അല്ലാഹുവിനും അവന്റെ റസൂലിനും ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികൾ അവലംബിച്ച മാർഗം അല്ലാത്ത മറ്റൊരു മാർഗം ആരെങ്കിലും അവലംബിച്ചാൽ, നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവന്റെ വാസസ്ഥലം നരകമാണ്, അവന്റെ അഭയസ്ഥാനം നരകമാണ് എന്ന് പടച്ച റബ്ബ് മുന്നറിയിപ്പ് നൽകിയത്. എന്റെ സഹോദര, ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു, അതുകൊണ്ട് നാക്കടക്കി നീ മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുന്നതും കാഫിറാക്കുന്നതും നിർത്തിവെക്കണമെന്ന് ഷെയ്ഖ് സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് സഹോദരങ്ങളെ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന നല്ല ഒരു മനുഷ്യന്റെ, നല്ല ഒരു പിതാവിന്റെ മക്കളാണ് മുഹമ്മദും അതുപോലെ ഈ സുലൈമാനും.
ആ സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് മുന്നറിയിപ്പ് നൽകുന്നു, തോന്നിവാസം അവസാനിപ്പിക്കണം. സഹോദരങ്ങളെ, ഇങ്ങനെ സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് മാത്രമല്ല, ലോകത്ത് അക്കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന സമകാലീനരായ മുഴുവൻ പണ്ഡിതന്മാരും ഇദ്ദേഹത്തിന്റെ പിഴച്ച വിശ്വാസങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയും ആ പിഴച്ച വിശ്വാസങ്ങളിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ഈ തോന്നിവാസം മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ തോന്നിവാസങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വഹാബിസത്തിനും അതിന്റെ നേതാക്കൾക്കും ആ കാലങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മുന്നറിയിപ്പുകളൊക്കെയും അവഗണിച്ചുകൊണ്ട്, തൃണവൽഗണിച്ചുകൊണ്ട്, പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞ് വഹാബിസം ലോകത്ത് പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. ആ പ്രവർത്തനത്തിന്റെ ഫലമായി എന്തൊക്കെയാണ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികൾ, ഇബ്നു അബ്ദുൽ വഹാബും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും ഇസ്ലാമിന്റെ പേരിൽ ലോകത്ത് അവതരിപ്പിച്ച ആദർശങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി ലോകത്ത് അവർ പറഞ്ഞ ഏറ്റവും മുഖ്യമായ, ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം വഹാബി പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരല്ലാത്ത മറ്റെല്ലാ മുസ്ലിമീങ്ങളും കാഫിറുകളാണ് എന്നതാണ്. ഇബ്നു അബ്ദുൽ വഹാബും അദ്ദേഹത്തിന്റെ അനുയായികളും ലോകത്ത് പ്രചരിപ്പിച്ച കുറെ വിദണ്ഡാശയങ്ങളുണ്ട്, വൃത്തിഹീനമായ കുറെ വിശ്വാസങ്ങളുണ്ട്, വൃത്തിഹീനമായ കുറെ ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യാത്തവരാരോ അവരൊക്കെയും കാഫിറുകളാണ് എന്നാണ് ലോകത്താദ്യമായി ഇബ്നു അബ്ദുൽ വഹാബ് പ്രസംഗിച്ചത്, എഴുതിയത്. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മഹാപണ്ഡിതനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഈ കാണുന്നത്. അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായും അവസാനമായും എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം, ഏറ്റവും വലിയ ഗ്രന്ഥം. ഇനി അദ്ദേഹത്തിന്റെ ഏതാനും റിസാലകളും ലഘുലേഖകളും ഉള്ളത് അത് ഇതിലും ചെറുതാണ്. അത്തൗഹീദ് എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച കേരളത്തിലെ വഹാബികളും ലോകമൊട്ടുക്കുമുള്ള വഹാബികളും അവരുടേതായ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഈ ഗ്രന്ഥമാണ് വഹാബിസത്തിന്റെ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ബൈബിളിൽ തന്നെ വഹാബിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ് തൗഹീദ് എന്ന ഈ പുസ്തകത്തിന്റെ 32-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത് മിനശ്ശിർക്കി, ബഹുദൈവ വിശ്വാസമാണ്, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവർ മുശ്രിക്കുകളാണ്. മുത്തുനബിയെ എന്ന് വിളിച്ചാൽ, ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, മുഹിയുദ്ദീൻ ശേഖ് എന്ന് വിളിച്ചാൽ അവര് കാഫിറുകളാണ്, അവര് മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 1111 ഭൂജാതനായി പിന്നീട് വഹാബിസം എന്ന പേരിൽ പുതിയ പ്രസ്ഥാനം രൂപീകരിച്ച ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിൽ അതിന്റെ 32-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത് മുത്തുനബിയെ വിളിക്കുന്നവർ കാഫിറുകളാണ്, ബദരീകളെ വിളിക്കുന്നവർ കാഫിറുകളാണ്, അതുപോലെ മുഹിയുദ്ദീൻ ശേഖിനെ വിളിക്കുന്നവർ കാഫിറുകളാണ്. അത് വിളിക്കാത്തവർ ലോകത്ത് ആരാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്? കേരളത്തിലുണ്ടോ? മദീനയിലുണ്ടോ? ഇന്നും മദീനയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫും അതിന്റെ പരിസരത്തും അതിന്റെ ചുമരിലും അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് നടത്തുന്ന വിലാപങ്ങളല്ലേ സഹോദരങ്ങളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ആ വിലാപങ്ങൾ ഉരുവിട്ടുകൊണ്ടും ആ വിലാപങ്ങൾ ചൊല്ലിക്കൊണ്ടും അതിനു പുറമെ അള്ളാഹുവിന്റെ റസൂലിനെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉള്ള തേങ്ങലോടുകൂടെ വിങ്ങലോടുകൂടെ വിളിച്ചാർത്തുകൊണ്ടുമല്ലേ മദീന മുനവ്വറയിലേക്ക് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹിനെ വിളിച്ചാൽ, ബദരീങ്ങളെ വിളിച്ചാൽ അവർ കാഫിറുകളാകുമെന്നാണ് സഹോദരങ്ങളെ ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞത്. മാത്രമല്ല, ഇബ്നു അബ്ദുൽ വഹാബിൽ നിന്ന് ആദർശം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിച്ച മുജാഹിദ് പ്രസ്ഥാനവും അല്ലെങ്കിൽ വഹാബികളും
നമ്മുടെ കേരളത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യവും അതുതന്നെയാണ്. യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഒരു തവണ വിളിച്ചവൻ 4 തവണ കാഫിറാകുമെന്നാണ് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് വെളിയങ്കോട് ഉമർ മൗലവി ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 2ാമത്തെ പേജിൽ തന്നെ പറയുന്നത്. കേരളത്തിലെ മുജാഹിദ് പണ്ഡിത സംഘടനയുടെ അംഗീകാരവും അവരുടെ അനുവാദവും ആശീർവാദവും നേടിക്കൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകത്തിന്റെ 2ാമത്തെ പേജിൽ യാ ഗൗസു യാ മുഹ്യിദ്ദീൻ എന്ന് ഒരു തവണ വിളിച്ചാൽ 4 തവണ കാഫിറാകുമെന്ന് പറയുന്നു. അപ്പോൾ ഒരു അഹ്ലുസുന്നയിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം കുതുബിയ്യത്ത് നടത്തി അതിൽ 1000 തവണ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ 4000 തവണ കാഫിറാകുമെന്നാണ് ഉമർ മൗലവി പറയുന്നത്. അതിനു പുറമെ 1993 ഡിസംബറിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട സൽസബീൽ എന്ന് പറയുന്ന മുജാഹിദ് പത്രത്തിൽ സഹോദരങ്ങളെ വളരെ വൃത്തിഹീനമായ രൂപത്തിൽ മുസ്ലിമീങ്ങളെ കാഫിറാക്കിക്കൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, കേരള വഹാബികളുടെ അനിഷേധ്യനായ ആചാര്യൻ വെളിയങ്കോട് ഉമർ മൗലവി ലേഖനമെഴുതുന്നു. മുസ്ലിയാർ ഒന്നുകൂടി കേട്ടോളി, അദ്ദേഹത്തിന്റെ ഭാഷയാണ്. ആ ഭാഷയിൽ അദ്ദേഹം എഴുതുകയാണ്, മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫിറാവുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവരും കാഫിറാവുന്നു, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവരും കാഫിറാവുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആനായത്ത് ഓതുന്നവൻ, തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫിറാവുന്നു. ഖുർആന്റെ അർത്ഥം പറയാൻ പാടില്ലെന്ന് പറഞ്ഞവൻ കാഫിറാവുന്നു. അങ്ങനെയുള്ളവരോട് അസ്ലം തസ്ലം എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞവനും കാഫിറാവുന്നു. നോക്കൂ നിങ്ങൾ, മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചോൻ കാഫിർ, വിളിക്കാൻ ഉപദേശിച്ചോൻ കാഫിർ, അതിന് ആയത്തോതനോൻ കാഫിർ, അതിന് തെളിവുണ്ടാക്കുന്നവൻ 1000 വട്ടം കാഫിർ. അവസാനം കാഫിറാക്കി സൽസബീൽ മാസികയിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. സൽസബീൽ മാസികയിൽ കാഫിറാക്കി ഈ പേജിലുള്ള സ്ഥലം അവസാനിച്ചു. ഇനി കാഫിറാക്കാൻ സൗകര്യമില്ല. അപ്പോൾ അദ്ദേഹം അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ശേഷം വഴിയേ എന്ന് പറഞ്ഞാൽ അടുത്ത ലക്കത്തിൽ കാഫിറാക്കൽ തുടരും. ഈ രൂപത്തിൽ മുസ്ലിം സമുദായത്തെ കലിമത്തു തൗഹീദിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തെ അംഗീകരിച്ച് വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തെ മൊത്തവും കാഫിറാക്കി സഹോദരങ്ങളെ കേരളത്തിൽ ചമയുന്നവരാണ് കേരളത്തിലെ വഹാബിസം. നിങ്ങൾക്കറിയുമോ രസകരമായ കാര്യം, 1920കളിൽ മുജാഹിദുകൾ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്ന് അവരിവിടെ പ്രധാനമായും പറഞ്ഞ കാര്യം എന്തായിരുന്നു? അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയില്ല, അന്ന് സമസ്ത കേരള സുന്നി വല സംഘമില്ല. അവരുടെ പുതിയ വാദങ്ങൾ പ്രത്യക്ഷപ്പെടുത്തി വെളിവാക്കിക്കൊണ്ടുവന്ന് അവരിവിടെ ആദ്യമായി പറഞ്ഞത് കേരളത്തിലെ എല്ലാ മുസ്ലിമീങ്ങളും കാഫിറുകളാകുന്നു എന്നാണ്. അന്ന് ആലിമീങ്ങൾ ചോദിച്ചു, സംഘടിത സ്വഭാവമൊന്നും വന്നിട്ടില്ല, പക്ഷേ എങ്കിലും ആലിമീങ്ങൾ ചോദിച്ചു, ഈ കേരളത്തിൽ ഒരുപാട് ആലിമീങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, അവരെല്ലാവരും കാഫിറുകളാണ് എന്ന് നിങ്ങൾ പറയുന്നത് കടുത്ത കയ്യല്ലേ? എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണമെന്ന് ആലിമീങ്ങൾ ചോദിച്ചപ്പോൾ സഹോദരങ്ങളെ, അന്ന് വഹാബി പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറഞ്ഞ മറുപടി എന്തായിരുന്നു? അതിന് ഞങ്ങൾക്ക് തെളിവുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഊ മഅല്ലാഹി അഹദ. പള്ളികളൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്, പള്ളിയിൽ വെച്ച് അള്ളാന്റെ കൂടെ വേറെ ആരും വിളിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പള്ളികൾ അള്ളാഹ്ക്കുള്ളതാണ്, ഫലാ തദഊ മഅല്ലാഹി അഹദ, പള്ളിയിൽ വെച്ച് അള്ളാന്റെ കൂടെ വേറെ ആരും വിളിക്കാൻ പാടില്ല. ഇന്നും വഹാബി സ്റ്റേജിൽ ആദ്യം കേൾക്കുന്ന ആയത്ത് ഒരു പക്ഷേ ഇതായിരിക്കും. വഹാബികളുടെ ഏതെങ്കിലും ആരാധനാലയങ്ങൾ പള്ളി എന്ന പേരിൽ എവിടെയെങ്കിലും കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുൻഭാഗത്ത് തന്നെ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ആയത്ത് വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന ആയത്തായിരിക്കും. എന്താണ് ആയത്തിൽ പറയുന്നത്? പള്ളി അള്ളാഹ്ക്കുള്ളതാണ്, പള്ളിയിൽ അള്ളാഹിന്റെ കൂടെ മറ്റാരും വിളിക്കാൻ പാടില്ല. സുന്നികളോ? അവർ പള്ളിയിൽ വെച്ച് മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കണ്, ബദരീങ്ങളെ വിളിക്കണ്, മമ്പറന്തങ്ങളെ വിളിക്കണ്, അള്ളാന്റെ റസൂലിനെ വിളിക്കുന്നു. അതുകൊണ്ട് അവരെല്ലാവരും കാഫിറുകളാകുന്നു. അള്ള പറഞ്ഞത് അല്ലല്ലാത്തോലെ വിളിച്ചാൽ കാഫിറാകുമെന്നാണ്. ഈ വാദം 1920 മുതൽ
1940 വരെ നമ്മുടെ കേരളത്തിലുണ്ടായി. സഹോദരങ്ങളെ, ആ വാദം തുടരവേ കേരളത്തിലെ മുജാഹിദുകൾ ഈ വാദം എഴുന്നള്ളിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കവേ 1940കളിൽ ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നു. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരെ പള്ളിയിൽ വെച്ച് വിളിക്കുന്നവർ കാഫിറുകളാണ്, അതുകൊണ്ട് അഹ്ലുസുന്ന കാഫിറാണ്, സുന്നികൾ മുസ്ലിമീങ്ങളല്ല, അവർ മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി ഗ്രന്ഥമെഴുതി ജമാഅത്തെ ഇസ്ലാമി പ്രസംഗിച്ചു. അന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പണ്ഡിതന്മാരും പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നതും ചെയ്യുന്നതും ക്രൂരതയാണ്. കേരളത്തിൽ ഒത്തിരി ആലിമീങ്ങളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, സത്യവിശ്വാസികളുണ്ട്, അവർ കാഫിറുകളാണെന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പ്രബോധന രംഗത്ത് സജീവമായി. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അഹ്ലുസുന്നയെ കാഫിറെന്നും ബഹുദൈവ വിശ്വാസിയെന്നും വിളിച്ചപ്പോൾ സഹോദരങ്ങളെ അതിൽ സന്തോഷിച്ചിരുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. ആരാണവർ? മുജാഹിദുകൾ. 920 മുതൽക്ക് സുന്നികൾ കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറഞ്ഞും എഴുതിയും പ്രസംഗിച്ചും കൊണ്ടിരിക്കുന്ന മുജാഹിദുകൾ, അവർക്ക് സന്തോഷമായി. കാരണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യം പറയാൻ 1940 ശേഷം ഒരു 20 കൊല്ലം പിന്നിട്ടപ്പോ മറ്റൊരു വിഭാഗം രംഗത്ത് വന്നല്ലോ എന്ന കാര്യത്തിൽ അവർ സന്തോഷമായി. പക്ഷേ ഈ സന്തോഷം അധിക സമയം നീണ്ടുനിന്നില്ല. മുജാഹിദ് നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലവിമാരും പണ്ഡിതന്മാരും പറഞ്ഞു, നിങ്ങൾ അങ്ങനെ സന്തോഷിക്കുന്നത് ശരിയല്ല, നിങ്ങളും കാഫിറുകളാണ്. 1940കളിൽ അഹ്ലുസുന്നയെ കാഫിറാക്കിക്കൊണ്ട് രംഗത്ത് വന്ന ജമാഅത്തെ ഇസ്ലാമി 1920കളിൽ ഞങ്ങൾ തൗഹീദിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട, നിങ്ങളും കാഫിറുകളാണ്. അതിനെന്താ കാരണം? നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്. നിങ്ങൾ ഇന്ത്യൻ കോടതിയെ സമീപിക്കുന്നുണ്ട്, ഇന്ത്യൻ കോടതി താഗൂത്താണ്, ഇന്ത്യൻ ജുഡീഷ്യറി താഗൂത്താണ്, താഗൂത്തിനെ സമീപിക്കാൻ പാടില്ല. നിങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അത് താഗൂത്തിന്റെ ഉൽപ്പന്നമാണ്, താഗൂത്തിന്റെ ഉൽപ്പന്നം ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കുന്നവർ മുശ്രിക്കുകളാണ്. ഇന്ത്യൻ പാർലമെന്റിലേക്ക് നിങ്ങൾ മത്സരിക്കുന്നുണ്ട്, അത് പാടില്ല, ഇന്ത്യൻ പാർലമെന്റ് താഗൂത്താണ്, ബിംബമാണ്, ബിംബത്തെ അനുസരിക്കാൻ പാടില്ല, ബിംബത്തെ അനുസരിക്കുന്നത് ഇബാദത്താണ്, അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നതും ഇബാദത്താണ്, അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന നിങ്ങൾ മുശ്രിക്കുകളാണ്. വോട്ട് ചെയ്യുന്ന നിങ്ങൾ കാഫിറുകളാണ്. ഇന്ത്യൻ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കുന്ന നിങ്ങൾ കാഫിറുകളാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉദ്യോഗം സ്വീകരിക്കുന്ന നിങ്ങൾ കാഫിറുകളാണ്. ഇത് രണ്ടും ചെയ്യുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകളും കേരളത്തിലെ സുന്നികളും. അതുകൊണ്ട് നിങ്ങൾ രണ്ടു കൂട്ടരും കാഫിറുകളാണെന്ന് 1940കളിൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു. അല്ലേ? കേരളത്തിലെ മുസ്ലിമീങ്ങൾ അനുഭവിച്ച ചരിത്രമല്ലേ ഇത്? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചേകനൂർ മൗലവി രംഗത്ത് വന്നു. ചേകനൂർ മൗലവി എന്താണ് പറഞ്ഞത്? സുന്നികൾ കാഫിറുകളാണ് എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമില്ല. എന്നാ പിന്നെ വാദപ്രതിവാദം നടത്താനുണ്ടോ? ഈ കേസ് മുസ്ലിയാർ ചോദിച്ചു. അതുമില്ല. കാരണം കാഫിറുകളോട് എന്തൊരു വാദപ്രതിവാദം നടത്തണം? നിങ്ങൾ കാഫിറുകൾ തന്നെ. രണ്ടാമത്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്നും ഞങ്ങൾ ശിർക്കിന്റെ കണ്ട കോടാലിയായി പ്രവർത്തിക്കുന്നവരാണെന്നും അവകാശപ്പെട്ടുകൊണ്ട് 1920കളിലും 40കളിലും നമ്മുടെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗത്തെ വിളിച്ചുകൊണ്ട് ചേകനൂർ മൗലവി പറഞ്ഞു, നിങ്ങളാണോ മുസ്ലിമീങ്ങൾ? നിങ്ങൾ തീർച്ചയായും കാഫിറുകളാണ്, മുശ്രിക്കുകളാണ്. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് നമസ്കരിച്ച് കഷ്ടപ്പെടുന്നവർക്കും കഷ്ടപ്പാടോർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ലോകചരിത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കാരത്തിലെ അത്തഹിയ്യാത്തിൽ അബൂ ഹുറൈറ കമ്പനി കടത്തിക്കൂട്ടിയ ഒരു ജൂദായിസമുണ്ട്. അത്തഹിയ്യാത്തിൽ ജൂദായിസമുണ്ട്. ഏതാണ് ജൂദായിസം? അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്നിങ്ങനെ തുടങ്ങി എല്ലാവർക്കും സുപരിചിതമായ തഹിയ്യാത്തിൽ ചേകനൂർ മൗലവി പറയുന്നു, അയ്യുഹൻ നബിയ്യു, ഓ മുഹമ്മദ് നബിയേ എന്ന ഒരു വിളിയുണ്ട്. ആ വിളി എങ്ങോട്ടാണ്? മദീന